ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് നമുക്ക് അരുണിനോട് ചോദിക്കാം. അരുണിന് അത് അറിയോ ഇല്ലയോ എന്ന് നോക്കാം. അരുൺ കറക്റ്റ് ആയിട്ട് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൊത്തം കറക്റ്റ് ആയിട്ട് പറഞ്ഞാണെങ്കിൽ ഇന്ന് ചായക്ക് ഞാൻ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചത്. ഒരു കടി പറഞ്ഞ ഓക്കെ. ഓക്കെ, ഇതെന്താ? ഇതെന്താ? ലിപ്പ് തേക്കണേ ഐ ഡിഫൈനർ അല്ല, പിന്നെ ഇത് കൺമഷി. അതാണ് ഐ ഡിഫൈനറിന് ഇംഗ്ലീഷാണ് കൺമഷി. എന്നിട്ട് ഐ ഡിഫൈനറോ? കൺമഷിന് ഇംഗ്ലീഷാണ് ഐ ഡിഫൈനർ. കാജല് ഹിന്ദി. ഇതെന്താ സംഭവം? മൂക്കിലൊഴിക്കണായിരുന്നു. മൂക്കിലെങ്ങനെ വരുന്നല്ല, ശ്രദ്ധിച്ചു നോക്ക, എഴുതിയേക്കണ വായിക്കരുത്. പിന്നെ എടാ, ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? ഡ്രോപ്പ്. എന്ത് ഡ്രോപ്പ്? ഇയർ ഡ്രോപ്പ്. ഇയർ ഡ്രോപ്പ് അല്ല, ഇത് സെറം. എന്ത് സെറം? ഹെയർ സെറം. യെസ്, ഇത് ഹെയർ സെറം. ഇതെന്താണ്? ഇതെന്താണ് ഏട്ടാ നമ്മൾ ചോദിക്കണേ? ഇതെന്താണ്? അല്ല, ഇത് ഐലൈനർ. ഐലൈനർ. ഓക്കെ, ലിപ്സ്റ്റിക്. അല്ല, ഇത് മറ്റേത് കുട്ടി. എന്റെ പേരെന്താ? ഐഷ. ഐഷാള്. ഐഷേഡ്. ഇത് കൺമഷി. ഇതോ കൺമഷി മറ്റേ ഉരുണ്ടരികണേ. ഇത് കൺസീലർ. കൺസീലർ അത് തന്നെ. ഇനിയുള്ള എല്ലാം ഞാൻ പറയും. കുള്ള വന്നാലേ ചായ. ഇതെന്താ? ഇത് വലിയ കൺസീലർ അല്ല, പിന്നെ ഇത് ഉണ്ട്. ഫൗണ്ടർ. ഏത് കമ്പനിന്റെ ഫൗണ്ടേഷൻ അല്ലേ? ഇതിന്റെ കമ്പനി എങ്ങനെ അറിയണേ? കമ്പനി എനിക്കറിയാൻ പറ്റില്ല. ഫൗണ്ടേഷൻ ഏത് കമ്പനിയുടെ? ബ്യൂട്ടി ആയിരുന്നില്ലേ? ആ, ലാക്മിന്റെ ആയിരുന്നു. നല്ല വിഷയം. ഇതെന്താ? ഇത് മറ്റേ ഇത് വാസിലിന്റെ. അത് ഇങ്ങനെയാണ് അല്ല, ഇത് മറ്റേ ഫേസസ് കാനഡ കണ്ടിട്ട് ഫേസർ എന്ന് വായിക്കും. കാനഡയോ? ഫേസസ് കാനഡ ഒരു ബ്രാൻഡിന്റെ പേര്. ഓ, ഇത് എനിക്ക് ലിബാം ആയിരിക്കും. ലിബാം അല്ലേ? ഇത് കോമ്പാക്ട് പൗഡർ. കോമ്പാക്ട് പൗഡർ. ഇതറിയാൻ പറ്റുമായിരിക്കും. ഇതെന്താ? ഇതെന്താ സംഭവം? ഇതാണ് ശരിക്കും പറഞ്ഞ അല്ല, ഇത് ബ്ലഷ്. ഇത് ബ്ലഷ്. ബ്ലഷ് ഇവനിടക്ക് ഇടാറുണ്ട്. ഇവിടെ എന്റെ അടുത്തിന്റെ ഇടാറുണ്ട്. ഇതെന്താ? പൗഡർ. ഫൗണ്ടേഷൻ അല്ല, ഇത് മറ്റേത് ഫൗണ്ടേഷൻ അല്ല. ഇത് മറ്റേത് ഐലൈനർ. ഇതോ? കൺസീലർ. ഇതെന്താ? എടുത്ത് പറ. മറ്റേ ഇത് കൺമഷി. ഇത് കൺമഷിയോ? ഇത് ഫേസറോ? ഫേസറോ? ഇതൊക്കെ കണ്ടിട്ടാണോ ഫേസർ? ശ്രദ്ധിച്ച് കേക്ക്. മറ്റേ അതല്ല, കോമ്പാക്ടർ ഇല്ലല്ലോ. കോമ്പാക്ട് അത്രേ ഉള്ളൂ. ഇത് ഇത് ഐബ്രോ. ഇത് വായിച്ചു. ഇല്ല, ദേ ഇവിടെ വായിച്ചു. ബാക്കിലുണ്ട്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ മനസ്സിലായി. എടുത്തപ്പോ കണ്ടു. ഇത് നമുക്ക് കാണുമ്പോ ഒരു സംഭവമായിട്ട് തോന്നും, പക്ഷെ അതല്ല. എന്തായത്? ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ? മനസ്സിലായോ? ഇല്ലല്ലോ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായോ? കുലുക്കി വെക്കട്ടെ. ഇത് മറ്റേ ഐബ്രോ അല്ലേ? പിന്നെ ഇതോ? ലിപ്സ്റ്റിക് ആണ്. അത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ലേ? അത് പറയാൻ പറ്റില്ല.
അതെ. എന്ത് ലിപ്സ്റ്റിക്ക്? ഇതെന്താ സംഭവം? കണ്ടീഷൻ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ. ഓക്കെ, ഇതറിയാൻ പറ്റും. ഇത് ലിപ്സ്റ്റിക്, ഇതറിയാം. ഇതിങ്ങനെ കളറുണ്ട്. എന്ത് ലിപ്സ്റ്റിക്? അതിനും പേരുണ്ട്. ട്രാൻസ്പെറന്റ് അല്ല. ആ, അത് പേസ്റ്റ്. ഓ, ബാങ്ക് കുടിക്കുന്നത് അല്ല. എടാ, ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്. അപ്പൊ ഇതെന്ത് ലിപ്സ്റ്റിക്കാ? ഞാൻ നേരത്തെ എടുത്തത് ഇത് ഏത് ലിപ്സ്റ്റിക്കാ? ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്. അപ്പൊ ഇതേതാ? കട്ടിയുള്ളത്. സ്റ്റിക്ക്. ഇതിനോടെല്ലാം ശരിയാക്കും. അതല്ല, വേറെ ഒന്നുമില്ല. ബ്യൂടെക്സ് അല്ലേ? ഐലൈനർ. വേറെ ഇതെന്താ സംഭവം? ഇത് പെൻസില്. ഇത് കണ്ണ് എഴുതണേ അല്ലേ? എന്താ ഒരാള് പറഞ്ഞു, നീ കേട്ടില്ലേ? കണ്ണ് അല്ല. കളറ് പോലെ ചുണ്ടിക്കൂടെ അല്ലേ? ചുമന്നിരിക്കണല്ലേ? എന്താണ് സംഭവം? ചുണ്ടിക്കൂടെ എഴുതണേ. ചുണ്ടെന്ന് ഉദ്ദേശിച്ചേ. ആ, ലിപ് ലൈനർ. ചുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ശരിയാക്കിയത് ഇതും കൂടി ഉണ്ട്. പിന്നെ ഞാൻ മൂടി എടുക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇത് കാന്തം അല്ലേ? ഒരു കാന്തമില്ലായിരുന്നു നിങ്ങൾ. ഇത് പറ്റിയത് മസ്കാര അല്ല. ജിംഗാന. പറഞ്ഞു മസ്കാര. അല്ലാന്നൊക്കെ പറഞ്ഞ് അല്ല, ഞാൻ പെട്ടെന്ന് നീ പറയുമെന്ന് അറിയില്ലല്ലോ. ഇതെന്താ മനസ്സിലായിട്ടില്ല. ഇത് മറ്റേ ഇതാണോ? അച്ഛന്റെ മറ്റേ ഇതാണോ? മറ്റേ അല്ല, മറ്റേ അച്ചാച്ചന്റെ മറ്റേ ഇതൊക്കെ ഇല്ലേ? ചിതാഭസ്മം. ഇതിനാണോ ഞാൻ എന്തിനാ കൊണ്ടെടുക്കണേ? ഇത് മറ്റേ ഇത് ലിബാമ അതെ, കണ്ടോ? അല്ലേ? വേറെ എല്ലാം നിനക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഫ്രീ ചായ അല്ലേ? പിന്നെ നീ എന്താ പറഞ്ഞേ? ബ്രഷ്. ഇതൊക്കെ നിനക്ക് അറിയാൻ പറ്റും. ഇതെന്താ? ലിപ്സ്റ്റിക്. ഇതെന്ത് ലിപ്സ്റ്റിക്കാ? ലിക്വിഡ്. പഠിച്ചു. വേറെ ഒന്നുമില്ല. അതൊക്കെയല്ല അടിക്കട്ടെ. അപ്പൊ രാജ പറ. അപ്പൊ എത്ര ഗൈസ് ബൈ. എന്റെ വിവരമില്ലായ്മ ക്ഷമിക്കണം.